ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നല്ല മഴയുള്ള സമയത്ത് ഒരു ചൂട് സൂപ്പ് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കുടിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സൂപ്പ് നമുക്കുള്ളതല്ല, ഇവർക്കുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പംകിൻ ഫിഷ് സൂപ്പാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കാര്യം പറയാനുണ്ട്. റേബീസിൻ്റെ വാക്സിനേഷൻ എന്തായാലും എടുക്കാത്തവർ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. രാവിലെ പള്ളിയിലേക്ക് പോകുന്ന ഒരു 11 ആൾക്കാരെ ഒരു ഡോഗ് കടിച്ചു. അപ്പം എനിക്കറിയുന്ന ഒരാളാണ് ഡോഗിനെ പിടിക്കുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു സ്റ്റേ ഡോഗായിരുന്നു. അങ്ങനെ അതിനെ പിടിച്ച് ക്വാറന്റൈനിലാക്കി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഡോഗ് മരിച്ചുപോയി. അപ്പം അത് എന്തായാലും ഒരു പേവിഷബാധയേറ്റ ഒരു ഡോഗ് ആവാനാണ് ചാൻസ്. അപ്പം എല്ലാവരും ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാടൻ നായ്ക്കളെ വീട്ടിൽ വളർത്തുന്ന, അതായത് ഇന്ത്യ ഡോഗ്സിനെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് തെരുവിലേക്ക് വിടും. അവരിങ്ങനെ കുറേ ദിവസം, അല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അങ്ങനെ ഒരു ഇതിലായിരിക്കും എപ്പോഴും പോയിക്കൊണ്ടുണ്ടായിരിക്കുന്നത്. വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിനെ പുറത്തേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയാൻ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രേ ഡോഗ്സിൻ്റെ അടുത്തുനിന്ന് ഇവർക്ക് പേവിഷബാധ ഏൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. റേബീസ് പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് ഇയർലി വാക്സിനേഷൻ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് അവരവരുടെ മൃഗങ്ങൾക്ക് എടുക്കുക. അതിനൊന്നും ഒരു മടി വിചാരിക്കരുത്. ഇവിടെ വിൻ്റർ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. എന്തായാലും നമുക്ക് സൂപ്പിൻ്റെ വീഡിയോ കാണാം. പംകിൻ ഫിഷ് സൂപ്പ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് പംകിൻ, നല്ല പഴുത്ത പംകിൻ തന്നെ എടുക്കണം. പിന്നെ ക്യാരറ്റ്, 2 cloves ഓഫ് ഗാർലിക്കും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷ് ഹെഡ്, അത് ബോയിൽ ചെയ്തതാണ്. ഏത് ഫിഷിൻ്റെ ഹെഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പംകിൻ മുഴുവനായിട്ട് ഇടുക. ഈ പംകിൻ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗാർലിക്കും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സൂപ്പ് എത്ര വേണം എന്നത് അനുസരിച്ചിട്ട് വേണം വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. 4 whistles മതിയാവും. ഇത് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുഴുവൻ വാട്ടറും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. ആദ്യം കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള വാട്ടറും കൂടി ആഡ് ചെയ്തെടുക്കാൻ. ഇപ്പം പംകിൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അവരുടെ പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഫിഷിൻ്റെ ഹെഡ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ സൂപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഫിഷിൻ്റെ ഹെഡ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ സൂപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ഫിഷിൻ്റെ ഫ്ലേവർ ആ സൂപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹെംപ് സീഡ് ഓയിലാണ്. ഹാപ്പി പപ്പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹെംപ് സീഡ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ഒരു ഫ്യൂ ഡ്രോപ്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഇവർക്ക് സാധാരണ കൊടുക്കാറുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഹെർബ്സ് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്.
പിള്ളേർ കുറേ സമയമായിട്ട് വെയിറ്റിംഗ് ആണ് കിച്ചൻ്റെ പുറത്ത്. അപ്പം നമുക്കിത് വേഗം അവർക്ക് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വിസ്കിക്ക് തന്നെ കൊടുക്കാം. എൻ്റെ ഹൈഫൈ. ഗുഡ് ഗേൾ. എൻ്റെ ഹൈഫൈ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.